പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്നേഹത്തിൻ്റെ ഈ ഈസ്റ്റർ കാലത്ത് നമുക്കൊരു കഥ കേൾക്കാം. നിധിവേട്ട. നാളെ ഈസ്റ്റർ അല്ലേ, നമുക്ക് രസകരമായ ഒരു കളി കളിച്ചാലോ? മിങ്കു കുരങ്ങൻ കൂട്ടുകാരോട് ചോദിച്ചു. എന്ത് കളി? നിധിവേട്ട തന്നെ. നമ്മുടെ കാട്ടിൽ പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വയ്ക്കുന്ന നിധികൾ സൂചനകളനുസരിച്ച് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നവർക്ക് സ്വന്തമാകും. 2 പേർ ചേർന്ന സംഘമാണ് വേട്ടയ്ക്ക് പുറപ്പെടേണ്ടത്. മിങ്കു നിയമാവലി പറഞ്ഞു. അയ്യോ, എനിക്ക് മാത്രം കളിക്കാൻ പറ്റില്ല, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ചെമ്പൻ കരടി പറഞ്ഞു. എൻ്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ, ചലനത്തിന് ബുദ്ധിമുട്ടുള്ള ശംഖുകുരങ്ങനും പറഞ്ഞു. നിധിവേട്ട ആരംഭിച്ചു. കുരങ്ങന്മാരും കരടികളും ആവേശത്തോടെ മത്സരത്തിൽ പങ്കെടുത്തു. കടമ്പകളെല്ലാം കടന്ന് ലംബുക്കരടിയും ചുണ്ടുകുറുക്കനും നിധി സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി. ഹയ്യടാ, നിധി നമുക്ക് സ്വന്തം എന്നു പറഞ്ഞ് ചുണ്ടു ഓടിച്ചെന്ന് വലിയ മരത്തിന് ചുവട്ടിൽ നിന്നു. കൂട്ടുകാരനായ ലംബു മരത്തിൽ കയറി ആവേശത്തോടെ നിധി കുംഭമെടുക്കാൻ നോക്കി. അയ്യോ, ഇവിടെ കാണാനില്ല, നിരാശയോടെ അവർ പറഞ്ഞു. ആ സമയത്ത് ആൽത്തറ മൈതാനിയിൽ കരഘോഷം മുഴങ്ങുന്നുണ്ടായിരുന്നു. ഏറ്റവും ആദ്യമെത്തി നിധി സ്വന്തമാക്കിയ ശംഖുകുരങ്ങന് അഭിനന്ദനങ്ങൾ. കാണികൾ ആശ്ചര്യപ്പെട്ടു പോയി. ചലനശേഷി കുറവുള്ള ശംഖു എങ്ങനെ? ഇതെൻ്റെ മാത്രം വിജയമല്ല, ചെമ്പൻ കരടി ചേട്ടനാണ് എല്ലാ സ്ഥലത്തും കൃത്യസമയത്ത് എന്നെ എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലിരുന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കാഴ്ചയായി, അദ്ദേഹം എനിക്ക് ചലനവുമായി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നടന്നും ഓടിയും കണ്ടും കേട്ടും നിധി കണ്ടുപിടിച്ചു. അത് കേട്ടപ്പോൾ എല്ലാം തികഞ്ഞവരെന്ന് അഭിമാനിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തി.